ബിൽഡിംഗ് ഡോക്ടർ കോൺക്രീറ്റ് ബോണ്ട് എന്നത് പഴയ കോൺക്രീറ്റ് ഭാഗത്തിനും പുതിയ കോൺക്രീറ്റ് മിക്സിനും ഇടയിൽ നല്ല ഗ്രിപ്പ് ഏർപ്പെടുത്തി വിള്ളലുകൾ തടഞ്ഞ് അത് മുഖേന ഏർപ്പെടുന്ന ലീക്കേജ് തടയപ്പെടുന്നു. എപ്പോക്സി ബേസ്ഡ് ബോണ്ടിംഗ് ഏജന്റ് ആണ് ബിൽഡിംഗ് ഡോക്ടർ കോൺക്രീറ്റ് ബോണ്ടിന്റെ പ്രത്യേകതകൾ. ഹൈ ബോണ്ടിംഗ് സ്ട്രെങ്ത് ഉള്ളത്, ലീക്കേജ് തടയുന്നു, ഈസിയായി അപ്ലൈ ചെയ്യാം, ദീർഘകാലം ഈട് നിൽക്കുന്നു, ജോയിന്റുകളിലുള്ള വിള്ളലുകൾ തടയപ്പെടുന്നു. റൂഫ്, സ്ലാബ്, ബീം, കോളം, ഫൂട്ടിംഗ് ഇതുപോലെയുള്ള എല്ലാ രീതിയിലുള്ള പഴയ കോൺക്രീറ്റ് ഭാഗങ്ങളിലും പുതിയ കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കാം. ബിൽഡിംഗ് ഡോക്ടർ കോൺക്രീറ്റ് ബോണ്ട് ഉപയോഗിക്കുന്നതിന് മുൻപ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ തയ്യാറാക്കി വെക്കണം. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് കൃത്യമായ സുരക്ഷാ ഉപകരണങ്ങൾ ധരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതി മനസ്സിലാക്കാം. ബിൽഡിംഗ് ഡോക്ടർ കോൺക്രീറ്റ് ബോണ്ട് ഉപയോഗിക്കുന്ന മുകൾ തട്ടിൽ പായൽ, അഴുക്ക്, സിമന്റ് പൊടി, പെയിന്റ് മുതലായവ ഉണ്ടെങ്കിൽ അവയെല്ലാം നന്നായി വൃത്തിയാക്കണം. ബേസ്, ഹാർഡ്നർ എന്നീ 2 ഭാഗങ്ങളായുള്ള ബിൽഡിംഗ് ഡോക്ടർ കോൺക്രീറ്റ് ബോണ്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യേണ്ടതാണ്. തയ്യാറായിട്ടുള്ള മുകൾ പരപ്പിൽ നന്നായി മിക്സ് ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് ബോണ്ട് ബ്രഷിന്റെ സഹായത്തോടുകൂടി നേരിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ബിൽഡിംഗ് ഡോക്ടർ കോൺക്രീറ്റ് ബോണ്ട് അപ്ലൈ ചെയ്ത് കുറഞ്ഞപക്ഷം 20 മിനിറ്റ് ഉണങ്ങാൻ അനുവദിച്ച് അടുത്ത 30 മിനിറ്റിനുള്ളിൽ പുതിയ കോൺക്രീറ്റ് മിക്സ് ആ ഭാഗത്ത് നിറയ്ക്കേണ്ടതാണ്. കൂടുതൽ താമസിച്ചാൽ പഴയ ഒപ്പം പുതിയ കോൺക്രീറ്റ് മിക്സിന് ഇടയിൽ ഗ്രിപ്പ് ഇല്ലാതെ പോകുന്നതിന് സാധ്യതയുള്ളതുകൊണ്ട് ഇതിന്റെ കൃത്യമായ രീതികൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് കോൺക്രീറ്റ് മിക്സ് തയ്യാറായി കഴിഞ്ഞാൽ ഉടനെ ബിൽഡിംഗ് ഡോക്ടർ കോൺക്രീറ്റ് ബോണ്ട് അപ്ലൈ ചെയ്യണം. ബിൽഡിംഗ് ഡോക്ടർ കോൺക്രീറ്റ് ബോണ്ടിന്റെ പോട്ട് ലൈഫ് എന്നത് ടെമ്പറേച്ചർ ഒപ്പം സൈറ്റ് കണ്ടീഷൻ അനുസൃതമാണ്. അതുകൊണ്ട് മാറ്റങ്ങൾ ഏർപ്പെടാം. അതുകൊണ്ട് ഉപയോഗിക്കുന്നതിന് മുൻപ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്.